In 20th century at Spain, an Arab physician Ibn Suber introduced animal testing as a method for testing surgical procedures before applying them to human patients. Later, this practice became so common all over the world. Friends, my topic is test animals used in experiments. Through this video, we will study the history, the ethical guidelines before using an animal for research, the criteria for selecting experimental animals, and so on. Now, let us look the introduction. Animal testing, also known as animal experimentation, animal research, is the use of non human animals in experiments that seek to control the variables that affect the behavior or biological system under study. ചുരുക്കി പറഞ്ഞാൽ അനിമൽ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ അനിമൽ എക്സ്പെരിമെൻറ്റേഷൻ ഓർ അനിമൽ റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ഏതെങ്കിലും മൃഗങ്ങളിൽ നമ്മളത് പരീക്ഷിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് വെച്ച് അതായത് വളരെ ബയോളജിക്കലായിട്ട് നമ്മൾ ചെയ്ത് കിട്ടുന്ന ആ ഒരു റിസൾട്ടിൻ്റെ ബേസിസിലാണ് നമ്മൾ പിന്നെ അത് ഹ്യൂമണിൽ പരീക്ഷിക്കുന്നത്. അതാണ് ഇതിൻ്റെ കോർ ആയിട്ടുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, the earliest references to animal testing are found in writings of the Greek in 2nd and 4th century BCE. ഓക്കെ, ഇനി പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഇതിൽ വളരെ മെയിനായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. അതായത് അരിസ്റ്റോട്ടൽ ആൻഡ് ഇറാസ്ട്രേറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സയൻറ്റിസ്റ്റുകളാണ് വേർ എമംഗ് ദ ഫസ്റ്റ് ടു പെർഫോം എക്സ്പെരിമെൻറ്റ്സ് ഓൺ ലിവിങ് അനിമൽസ്. ലിവിങ് അനിമൽസിൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുള്ള രണ്ട് മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ പേരാണ് ഇത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് കുറച്ച് കോമൺലി യൂസ് ചെയ്യുന്ന ആനിമൽസ് ആണ് used in experiments. So they include baboons, cats, cows, dogs, ferrets, fish, frogs, guinea pigs, hamsters, horses and etc. ഇനി ഉള്ള പോയിന്റിൽ പറയണത് the conditions the animals face during this experimentational period. The experiments are more often excruciatingly painful for the animals used and can vary in duration from days to months to years. അതായത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഈ അനിമൽസിന് കടന്നു പോകേണ്ടി വരും. ഡ്യൂറിങ് ദിസ് ടൈം ദ എക്സ്പെരിമെൻറ്റ് ക്യാൻ കോസ് വോമിറ്റിംഗ്, ഡയറിയ, ഇറിറ്റേഷൻ, റാഷസ്, ബ്ലീഡിങ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വെയ്റ്റ് ലോസ്, അങ്ങനെ ഒത്തിരി സിറ്റുവേഷൻസിലൂടെ ഇത്രയും ഡിഫിക്കൽട്ടിയിലൂടെ ആ ഒരു അനിമലിന് ഈ ഇങ്ങനെ ടെസ്റ്റിങ്സ് ചെയ്യുമ്പം അവർക്ക് കടന്നു പോകും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്രൈറ്റീരിയാസ് ഫോർ സെലക്ടിങ് എക്സ്പെരിമെൻ്റൽ അനിമൽസ്. എക്സ്പെരിമെൻ്റൽ അനിമൽസിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പം നമ്മൾ എടുത്ത് നോക്കുന്ന ക്രൈറ്റീരിയാസ്. സോ ദ വെരി ഫസ്റ്റ് വൺ ഈസ് വിച്ച് സ്പീഷ്യസ് വിൽ yield ദ മോസ്റ്റ് സയൻറ്റിഫിക്കലി ആക്യുറേറ്റ് ആൻഡ് ഇൻറ്റർപ്രറ്റബിൾ റിസൾട്ട്സ്. ഏറ്റവും സയൻറ്റിഫിക്കലി ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ഏത് ഓർഗാനിസമാണ് മനുഷ്യൻ്റെ ആ ഒരു മനുഷ്യനിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന അതുപോലെ തന്നെയുള്ള റിസൾട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഏത് അനിമലിൽ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്, ആ അനിമലായിരിക്കും കൂടുതൽ എടുക്കുക. വിച്ച് സ്പീഷ്യസ് പ്രസൻറ്റ് ദ ലോവസ്റ്റ് ബയോളജിക്കൽ ഹസാർഡ്സ് ടു ദ റിസർച്ച് ടീം. ഏറ്റവും കുറവ് ബയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്പീഷ്യസ്. വിച്ച് സ്പീഷ്യസ് ഹാവ് സ്പെഷ്യൽ ബയോളജിക് ഓർ ബിഹേവിയർ ക്യാരക്ടേഴ്സ് ദറ്റ് മേക്ക് ദം മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദ പ്ലാന്റ് സ്റ്റഡീസ്. പ്ലാന്റ് സ്റ്റഡീസിന് വേണ്ടി സഹായിക്കുന്ന തരത്തിലുള്ള സ്പെഷ്യൽ ബയോളജിക്കൽ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെയാണ് കൂടുതലും എടുക്കാനുള്ള ചാൻസ്. നെക്സ്റ്റ് പോയിന്റ്, അക്കോർഡിംഗ് ടു ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് സയൻറ്റിഫിക് ലിറ്ററേച്ചർ, വിച്ച് സ്പീഷ്യസ് ഹാവ് പ്രൊവൈഡഡ് ദ ബെസ്റ്റ് മോസ്റ്റ് അപ്ലിക്കബിൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റ. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റിനോട് ചെറിയ സാമ്യതയുള്ളതാണ്. ഏത് സ്പീഷ്യസാണ് ബെസ്റ്റ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റ തരുന്നത് അവരെയാണ് ചൂസ് ചെയ്യുക. ആൻഡ് ദ വെരി ലാസ്റ്റ് പോയിന്റ് ഇസ് വിച്ച് ആനിമൽ ഇസ് മോസ്റ്റ് ഈസിലി അവൈലബിൾ. ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള അനിമൽസ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള അനിമൽസിനെയാണ് നമ്മൾ എപ്പോഴും എടുക്കുക. പിന്നെ അതുപോലെ ലൈഫ് സ്പാൻ കുറഞ്ഞിട്ടുള്ള അനിമൽസിനെയാണ് നമ്മൾ എടുക്കുക.
അപ്പോൾ നമുക്ക് വേഗം വേഗം റിസൾട്ട് കിട്ടും. നല്ലോണം റിസൾട്ട് കാണിക്കുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ള ആനിമൽസിനെയാണ് എടുക്കുക. സിമ്പിൾ ജീനോ ടൈപ്പുള്ള ആനിമൽസിനെയാണ് എപ്പോഴും എടുക്കുക. അപ്പം അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ ആനിമൽസിനെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹ്യൂമൻ ജീനോ ടൈപ്പിനോട് സാമ്യതയുള്ള ആനിമൽസിനെയാണ് എടുക്കുക. നെക്സ്റ്റ് നമ്മൾ കുറച്ച് പിക്ചേഴ്സാണ് കാണിച്ചിട്ടുള്ളത്. ടെസ്റ്റ് ആനിമൽസിൻ്റെ മങ്കി ഉണ്ട്, പിഗ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സാണ് ഇത്. നെക്സ്റ്റ് ഇസ് എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഫോർ ദ യൂസ് ഓഫ് ആനിമൽ ഇൻ റിസർച്ച്. റിസർച്ചിൽ യൂസ് ചെയ്യുമ്പം എന്തൊക്കെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് വേണം ഈ ആനിമൽസിനെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. റെസ്പെക്റ്റ് ഫോർ ആനിമൽസ് ഡിഗ്നിറ്റി. ആനിമൽസിൻ്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരെ പോലെ തന്നെ ഒരു മൃഗമാണ് അതും എന്നുള്ളൊരു കൺസിഡറേഷനും അതിനുള്ള റെസ്പെക്റ്റും നമ്മൾ കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് ഫോർ കൺസിഡറിങ് ആൻഡ് ബാലൻസിങ് സഫറിങ് ആൻഡ് ബെനിഫിറ്റ്. And the last one is responsibility for considering reducing the number of animals. Next is to position on animal experiment in favor of animal experiment. Animal experiment എപ്പോഴാണ് ഫേവർ ചെയ്യേണ്ടത്? സഫറിങ് ഈസ് മിനിമൈസ്ഡ് ഇൻ ഓൾ എക്സ്പെരിമെൻറ്റ്സ്. അതായത് അനിമൽ സഫറിങ്സ് വളരെ കുറച്ചാണെങ്കിൽ, അതായത് വളരെ ബുദ്ധിമുട്ടിയുള്ള സാഹചര്യത്തിലൂടെയൊന്നും അനിമലിനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ. And the next one is human benefits are gained which could not be obtained by using other methods. വേറെ ഒരു മെത്തേഡ് ചെയ്താലും നമുക്ക് ഒരു റിസൾട്ട് കിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഗുണം കിട്ടില്ല. അനിമൽ മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അനിമൽ ടെസ്റ്റിംഗ് ഇസ് ഫൈൻ. നെക്സ്റ്റ് വൺ ഇസ് അഗെയിൻസ്റ്റ് അനിമൽ എക്സ്പെരിമെൻറ്റ്സ്. ഇറ്റ് കോസസ് സഫറിങ് ടു അനിമൽസ്. The benefit to human beings are not proven. Any benefits to human being that animal testing does provide could be provided in other ways. Animal testing അല്ലാതെ വേറെ വഴികളിൽ നമ്മൾ യൂസ് ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കുന്ന. For animal experiments is that they will produce such great benefits for humanity that it is morally acceptable to harm a few animals. കുറച്ച് അനിമൽസിനെ ഹാം ചെയ്താലും ഹ്യൂമാനിറ്റിക്ക് ഭയങ്കര ബെനിഫിറ്റാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻ ഗുഡ് പ്രോസസ് എന്നാണ് പറയുന്നത്. ദ ഇക്വലന്റ് കേസ് അഗെയിൻസ്റ്റ് ഇസ് ദാറ്റ് ദ ലെവൽ ഓഫ് സഫറിങ് ആൻഡ് ദ നമ്പർ ഓഫ് അനിമൽസ് ഇൻവോൾവ്ഡ് ആർ ബോത്ത് സോ ഹൈ ദാറ്റ് ദ ബെനിഫിറ്റ് ടു ഹ്യൂമാനിറ്റി ഡോണ്ട് പ്രൂവ് മോറൽ ജസ്റ്റിഫിക്കേഷൻ. അതായത് ഇത്രയും സഹിച്ചിട്ടാണ് ആ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന അനിമൽസിന് അത്രയും അധികം ഹാംഫുൾനെസ് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ അതൊരു ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ 3 Rs. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഇനി ഇതിനെ റീപ്ലേസബിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ്, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ഇത് കുറയ്ക്കാൻ, ഇത് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഓൾട്ടർനേറ്റീവ്സാണ് നോക്കുന്നത്. The 3 Rs are a set of principles that scientists are encouraged to follow in order to reduce the impact of research on animals. അനിമൽസിൻ്റെ മുകളിലുള്ള ഈ റിസർച്ച് കുറയ്ക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള 3 Rs. ഫസ്റ്റ് ഇസ് റിഡക്ഷൻ, then refinement and replacement. Reduction. Reducing the number of animals used in experiments by improving experimental techniques, improving techniques of data analysis, sharing information with other researchers. Then the next is refinement. Refining the experiment or the way the animals are cared for so as to reduce their sufferings by using less invasive techniques, better medical care, better living conditions. ഇൻവേസീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ അക്രമാസക്തമല്ല ആയിട്ടുള്ള ടെക്നിക്സ്, അത് വളരെ കുറയ്ക്കാനാണ് പറയുന്നത്. ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഇസ് ദ ലാസ്റ്റ് വൺ. റീപ്ലേസിങ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ആനിമൽസ് വിത്ത് ഓൾട്ടർനേറ്റീവ് ടെക്നിക്സ് സച്ച് ആസ് എക്സ്പെരിമെൻറ്റിംഗ് ഓൺ സെൽ കൾച്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് എ വോൾ ആനിമൽ. ഒരു മുഴുവൻ മൃഗത്തിനെ എടുക്കുന്നതിന് പകരം ഒരു സെൽ കൾച്ചറിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അതുപോലെ യൂസിങ് കമ്പ്യൂട്ടർ മോഡൽസ്, സ്റ്റഡിയിങ് ഹ്യൂമൻ വോളണ്ടിയേഴ്സ്. And the last one is using
epidemiological studies. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അനിമൽ എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് അനിമൽ റൈറ്റ്സിനെ കുറിച്ച്. The issue of animal experiments is straightforward if we accept that animals have rights. If an experiment violates the right of an animal, then it is morally wrong because it is wrong to violate rights. അതായത് അനിമൽസിനും പലതരം അവകാശങ്ങളുണ്ട്. അപ്പോൾ അത് നിഷേധിച്ചുകൊണ്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. The possible benefits to humanity of performing the experiments are completely irrelevant to the morality of the case because rights should be never violated. അതായത് എത്ര ഹ്യൂമാനിറ്റിക്ക് നല്ലതാണെന്ന് പറഞ്ഞാലും നമുക്കൊരിക്കലും റൈറ്റ്സിനെ നിയമങ്ങളെ ലംഘിക്കാനായിട്ട് സാധിക്കില്ല. And as one philosopher had written, if this means that there are something that humanity will never be able to learn, so be it. So thank you. Have a nice day.